ശരിക്കും പറയാം. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാർ അല്ലെങ്കിൽ ദേവദാസന്മാർ, അവർ ഫേമസേ അല്ല, പക്ഷെ അവരില്ലാത്ത ഒരു കാര്യമില്ല. അവർ എവിടെ ചെന്നാലും അവരുണ്ട്. ദേ ആർ ദ അവരാണ് അവിടുത്തെ മെയിൻ. പക്ഷെ അവർ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രശസ്തിയോ ഒന്നുമില്ല. ബട്ട് അവർ അനേക പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, സൽക്കരിക്കുന്നുണ്ട്, അനേക ദൈവമക്കളെ കഷ്ടതയിൽ കൂടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെ എടുത്ത് ചെന്നാലും ഈ ഒരു ദേവദാസൻ്റെ പേര്. പക്ഷെ ആ ദേവദാസൻ ഒരു ഫേമസും അല്ല, എന്ന് കഴിഞ്ഞാൽ വലിയ പ്രാസംഗികനോ വലിയ ഹൈ ഇത് ഉള്ള ഇതൊന്നും ലെവലല്ല. പക്ഷെങ്കിൽ ഈ ദേവദാസൻ എല്ലായിടത്തും എന്നാലും എല്ലാവരും അറിയും, എല്ലാവരെ പറ്റി സ്നേഹിക്കപ്പെടുന്ന ഒരു ദേവദാസനെ പറ്റി കണ്ടിട്ടുണ്ടോ? അല്ലെ വ്യക്തിയായാലും ആരായാലും കേട്ടിട്ടുണ്ടോ? അതേപോലെയാണ് ഈ എറ്റ് എന്ന് പറയുന്നത് കണക്ടർ. ഇതിൻ്റെ അർത്ഥം ആർക്കും അറിയത്തില്ല, യഹൂദന്മാർക്ക് പോലും അറിയത്തില്ല അത് എന്തിനാ അവിടെ വെച്ച്. പക്ഷെ അത് എടുത്തു മാറ്റാൻ അവർക്ക് പേടിയാണ്, കാരണം ദൈവവചനത്തിലുള്ളതല്ലേ. പക്ഷേ ഈ ഒരു വേർഡ് ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. അത് മനസ്സിലായി എങ്ങനെ? ഇതിൻ്റെ ഒരു അർത്ഥമില്ല, പക്ഷെങ്കിൽ എല്ലാ ഒരു വേർഡിനെയും എംഫസൈസ് ചെയ്യണമെന്നുണ്ട് ഈ വേർഡ് വേണം. അതേപോലത്തെ ഒരു ഇതാണ് എറ്റ് എന്ന് പറയുന്നത് വേർഡ് വരുന്നത്. അത് കഴിഞ്ഞ് ഹഷമായും ദ ഹെവൻസ്. അപ്പം ഈ ഹഷമായും എന്ന് പറയുന്നത് ദ ഹെവൻസ് എന്ന് പറയും, പ്ലൂറലാണ് ഹഷമായും. അപ്പം ഈ വേർഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പം ഈ ഷാം മയീം, മനസ്സിലായോ? ഷാം മയീം എന്ന് വരുമ്പം ഫയർ വേഴ്സസ് വാട്ടർ, വെള്ളം, മയീം വെള്ളം. അത് കഴിഞ്ഞ് ഏഷ് ഇപ്പം SH തുടങ്ങുന്നു. അതിൻ്റെ മുമ്പിൽ അവരൊരു ഈയൂടെ ചേർത്തും മയീം, ഫയർ. അപ്പം ഇതിൽ നിന്നാണ് ആദ്യം ആൾക്കാർ, ഈ ഫിലോസഫിക്കൽ ആൾക്കാർ കണ്ടുപിടിച്ചത് ഭൂമി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ വെള്ളവും ഇതുണ്ടാകും. ഇപ്പം ഇൻ ദ ബിഗിനിങ് God created heavens and the earth. ഹെവനും ആകാശവും ഭൂമിയും ഉണ്ടാക്കി, മനസ്സിലായി? അപ്പോൾ അത് വരുന്നുണ്ട്. ആൾക്കാർ അടുത്ത ചോദിക്കുക, വെള്ളം അടുത്ത വാക്കിൻ്റെ അത് വരുന്നുണ്ട്, പാഴും ശൂന്യമായിരിക്കുന്നു, ദീപ്, വെള്ളം ഇടുന്നു, എങ്ങനെ വരുന്നു ചോദ്യം വരും, മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള രീതി ചോദ്യം വരുമ്പോൾ അവരുടെ കൺസെപ്റ്റിൻ്റെ അകത്ത് വരാൻ വേണ്ടിയാണ് മയീം. ഫയറും ഉണ്ടായിരുന്നു, വെള്ളവും ഉണ്ടായിരുന്നു, മനസ്സിലായി? ഒരു സ്പിരിച്വൽ ബാലൻസ്, തീയെ കടത്താൻ വെള്ളം, മനസ്സിലായി? ആഹാരൻ്റെ ഒരു എന്താ എരിമധുരം പോലുള്ള എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ രണ്ട് വേർഡ്, അങ്ങനെ ഇതുവരെ ഒത്തിരി ഫിലോസഫിക്കലി ഈ ഷമായിം എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുണ്ട്. അതേപോലെ ഹെവൻസ്, ദൈവത്തിൻ്റെ ത്രോൺ, ദൈവത്തിൻ്റെ സിംഹാസനം, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. ഈ ഹെവനെ പറ്റി ഒത്തിരി എത്ര ഹെവൻസ് ഉണ്ടെന്നും ഇത് നമ്മൾ ഈ ഹെവൻസ് എന്ന് വായിക്കുമ്പം ഈ കാണുന്ന സ്കൈ ആയിട്ടല്ല ഈ വാക്യം വരുന്നത്. ഇനിയും പുറകിലോട്ട് വരുമ്പം വൺസ് ഡിവൈഡ് എന്താ ക്രിയേഷൻ കൂടുതൽ കഴിയുമ്പം സ്കൈ വരുന്നുണ്ട്, ഡോം വരുന്നുണ്ട്. പക്ഷേ ഈ ഹെവൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് എ വാസ്റ്റ്, വലിയൊരു. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞ് വരുമ്പോഴും അടുത്ത അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്താണ് വേ എറ്റ് ആഹാറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം വേ എന്ന് പറയുന്നത് ആൻഡ് അത് എറ്റ് പിന്നെയും വരുന്നുണ്ട്, ആ കണക്ടർ വേറെ എറ്റ് ഹാറിറ്റ്സ് ദ എർത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പാദപീഠം വരുന്നുണ്ട്, അർത്ഥം വരുന്നുണ്ട്. അതേപോലെ ആൾക്കാർ അതിന് നമ്മുടെ ഭൂമിയായിട്ട് എർത്തുമായിട്ട് വരും. പക്ഷെങ്കിൽ ഇവിടെ അത് ഒരു പ്ലാനറ്റ്, ഒരു ഫുൾ പ്ലാനറ്റ്, എന്തുവാ ദൈവത്തിൻ്റെ ഒരു ഫുൾ ഇതായിട്ടാണ് വരുന്നത്.
പ്ലാനറ്റായിട്ടാണ് വരുന്നത്. എർത്ത് മാത്രമായിട്ട് കൊടുക്കാം. അതിന് കുറച്ച് കഴിയുമ്പോൾ അതിന് എർത്തായിട്ട് ഉള്ള ഇവിടെ വരും. മനസ്സിലായി? അപ്പോൾ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറഞ്ഞ് വരും. അപ്പം അത് കഴിഞ്ഞ് ഈ 2 വേർഡ്സിനെ കൂട്ടിച്ചേർത്താണ് മൽക്കൂത്ത് എന്ന് പറഞ്ഞ് വരുന്നത്. കിങ്ഡം ഓഫ് ഗാഡ്. ആകാശവും ഭൂമിയും ഒത്തു വരുന്നത്. അപ്പം നമ്മൾ ബൈബിളിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. ഈ ആകാശം ഭൂമി എവിടെ ഒന്നിച്ചു വന്നത്? ആദ്യം ഈഡൻ ഓഫ് ഗാർഡൻ ഓഫ് ഈഡൻ ആദ്യം വന്നു. പിന്നെ എവിടെ വന്നു? സമാഗമന കൂടാരത്തിൽ. സമാഗമന കൂടാരത്തിൻ്റെ മറ്റേ വേർഡ് ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി സമാഗമന കൂടാരം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആകുന്ന യേശു ക്രിസ്തുവിൽ കൂടെ. മനസ്സിലായി? ദ കിങ്ഡം എർത്ത് ആൻഡ് ഹെവൻസ് യോജിച്ച് വരുന്നത്. അപ്പം ഇത് സാംസിൻ്റെ അകത്തൊക്കെ ഒത്തിരിയും ഇതിൻ്റെ സങ്കീർത്തനങ്ങളും മറ്റൊത്തിരിയും ഭാഗത്ത് ഹെവൻസ് ആൻഡ് എർത്ത് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞ് ദൈവവും മനുഷ്യൻ്റെയും ആയിട്ടുള്ള ബന്ധം കാണിക്കുന്നു. ദൈവം മനുഷ്യരോടുകൂടി വസിക്കാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായി? ആ ഹെവൻ ആൻഡ് ദ എർത്ത് ഇതിന് രണ്ടും കൂടെ വെച്ച് കിങ്ഡം ആയിട്ട് മൽക്കൂത്ത്, ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗാഡായിട്ട് യഹൂദന്മാരെ കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം അവരിതുവരെയായിട്ടും ക്രിസ്തു അവർ വരാനിരിക്കുന്ന മെഷിയെ പറ്റി ആണെങ്കിലും ബട്ട് ആ ഒരു കോൺസെപ്റ്റാണ് അവരിലുള്ള കിങ്ഡം ഓഫ് ഗാഡ്. ആദ്യം ഇൻവിസിബിളായിട്ടുള്ള കെറ്റർ, പിന്നെ ഹോക്മ, പിന്നെ ഏറ്റവും അവസാനം ഇതെന്തോ മൽക്കൂത്ത്. അതിൻ്റെ ഇടയ്ക്ക് 6 ഉണ്ടാകും. ആ 6 എന്താ പറയുക? ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ആട്രിബ്യൂട്ട്സ് ആയിട്ടാണ് ഓരോ ഇതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബ്ലൂ പ്രിൻ്റ് അവർ സെഫീറോത്ത് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പം അതെനിക്ക് ഡേഞ്ചറസാണ്. കബാലയ്ക്ക് ആദ്യത്തെ കുറച്ച് ഭാഗം എടുത്തുള്ളൂ. ബാക്കി പോകാൻ എനിക്ക് പഠിക്കാൻ മാനസികമായി കട്ടിയില്ല. കാരണം മെഡിറ്റേഷനും ഒത്തിരി ആസ്ട്രോളജിയും ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. അതുകൊണ്ടപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഫസ്റ്റ് കുറച്ച് ഇതുകൊണ്ട് പരിപാടി നിർത്തി. അപ്പം ഇതിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ നമ്മൾ പഠിച്ചു വരുമ്പം നമുക്ക് മനസ്സിലാകുന്നത് ഹോക്മ, ജ്ഞാനത്താൽ, വിസ്ഡത്താൽ എല്ലാം ഉണ്ട്. ദെൻ അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനവും എനിവേ ഹോക്മ, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, അതിൽ കൂടെ മൽക്കൂത്ത്, കിങ്ഡം ഓഫ് ഗാഡ് വന്നിട്ട് ഭൂമി. മനസ്സിലായി? ഹെവൻസ് ആൻഡ് ദി എർത്ത്. ആ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് പറയുന്നത് കിങ്ഡം ഓഫ് ഗാഡ്. ഈ കിങ്ഡം ഓഫ് ഗാഡിനെ മനസ്സിലായി ഒരു ഒരു ഡിവൈഡ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു അടുത്ത കുറേ ആക്സ് എന്ന് മാത്രമേ പറയൂ. ഒരു 1-ാം ദിവസം 2-ാം ദിവസം എന്നൊക്കെ പറയുന്ന ഒരു ആക്സ് എന്ന് പറയുന്നത് ഇതാണ് ഇനിയും വരാൻ പോകുന്നുള്ള ദിവസങ്ങളിൽ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ഹെഡ് ഓഫ് ദ ക്രിയേഷൻ ബർഷീത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെ? ക്രിസ്തുവിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ ദൈവം ഒരു കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ടാക്കി നമുക്ക് കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ടാക്കി ഇനിയും വരുമ്പം അതിൻ്റെ അകത്ത് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ ഒത്തിരിയും ഈ എർത്തിനെ പറ്റിയും ഹെവൻസിനെ പറ്റിയും പറയണമെന്നുണ്ട്. പക്ഷേ അടുത്ത ഭാഗങ്ങളൊക്കെ കുറേ അതിനെപ്പറ്റി വരുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ സെപ്പറേഷൻ ഡിവിഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഒരു കിങ്ഡം ഓഫ് ഗാഡായിട്ട് ഉദ്ദേശം മനസ്സിലായി? യേശു ക്രിസ്തുവിനാൽ, പിതാവാം ദൈവം യേശു ക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവിലൂടെ ഒരു കിങ്ഡം ഓഫ് ഗാഡ് നമുക്ക് ഹെവൻസ് ആൻഡ് ദി എർത്ത് കിങ്ഡം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിനാ? നമുക്ക് വേണ്ടി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഈ ഒരു കോൺസെപ്റ്റ് അത് ബർഷീത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് ദൈവം തോറായിക്കൂടെ അല്ലെങ്കിൽ
ബൈബിളിൽ കൂടെ നമുക്ക് വച്ചിരിക്കുന്നത് ബ്ലൂ പ്രിൻ്റ്. ഇതിങ്ങനെ വരുമ്പം ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് എല്ലാം എൻഡ് ചെയ്യുന്നത് ക്രിസ്തു പറയാൻ കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത് കിങ്ഡം ഓഫ് ഗാഡ്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? പിന്നെ ഹെവൻസിനെ പറ്റി പറയുമ്പം ഹെവൻസ് ഉണ്ട്. നമ്മളുടെ ക്രിസ്ത്യൻ ഹെവൻസ് അല്ല, യഹൂദന്മാരുടെ ഹെവൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെവൻസ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോകണം ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അവിടെ പോയി എന്തെടുക്കാനൊന്നും ഒരു പിടിയില്ല, ആർക്കും ഒരു പിടിയില്ല. നമ്മൾ അപ്പച്ചൻ പറഞ്ഞ പോലെ എന്തോ ഒരൗൺസ് വാക്യം സ്വർഗത്തിൽ കൊണ്ടുവന്നുള്ള എന്തോ കാണിച്ചു തരാമെന്ന് ചോദിച്ചിട്ടുള്ളേ. അന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞു ഒരു കൺവെൻഷൻ പറഞ്ഞിട്ടുള്ളത് എന്താ വിട്ടുപിരിഞ്ഞ് പൗലോസ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതും പിന്നെ എന്താ കള്ളനോട് വലത്ത് യേശുക്രിസ്തുവിനോടുകൂടി 3 പേര് മറ്റേ 2 പേര് ക്രൂശീകരിച്ചില്ല. ഒരാളോട് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടി പർദീസയിലായിരിക്കും. ഓക്കെ, ആ ഒരു വേർഡ് അല്ലാതെ പർദീസയും കേട്ട് അല്ലാതെ വേറെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളത്. പിന്നെ ഒത്തിരിയും ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്. അതൊന്നും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇപ്പം എനിവേ, നമ്മളുടെ ഹെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്വർഗത്തിൽ ദൈവത്തോടുകൂടി വസിക്കാനെക്കാട്ടി കൂടുതൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് സ്വർഗത്തിൽ പോകണം മനസ്സിലായി. ബട്ട് യഹൂദന്മാരതല്ല. അവരുടെ സ്വർഗം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു ബന്ധമാണ്. ദെയർ കൺസെപ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മളുടെ കൺസെപ്റ്റ് സ്വർഗം എന്ന് പറയുന്നത് നമുക്കൊരു അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇതായിട്ടാണ്. പക്ഷെ അത് ഒരു സ്വർഗം നമുക്ക് ഇവിടെ ഒരു സ്വർഗമാക്കണമെന്ന് ഒരു ചിന്തയില്ല. നമുക്ക് അങ്ങോട്ട് പോകാനേ, ഇവിടുത്തെ എല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അന്ന് ഇവിടെ സ്വർഗമാക്കണമെന്നൊരു ചിന്തയില്ല. മനസ്സിലായി? അവരുടെ കോൺസെപ്റ്റിന് മേക്ക് ദിസ് പ്ലേസ് ഇവിടെ എത്ര കാലം വസിക്കുന്നു അത്ര കാലം സ്വർഗമാക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. മനസ്സിലായി? ഭൂമി ഇതേപോലെ സെയിം തിങ്. അപ്പം ദൈവവും മനുഷ്യനും വസിക്കുന്ന ഒരു പ്ലേസ്. അപ്പം കിങ്ഡം ഓഫ് ഗാഡ്. ഓക്കെ, എല്ലാം ഒന്നുകൂടെ പറയാം. യേശുക്രിസ്തുവിനാൽ പിതാവാം ദൈവം യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ബൈ ദ ഹെൽപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ് ഒരു കിങ്ഡം ഓഫ് ഗാഡ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവുക. ബ്ലൂ പ്രിൻ്റ് ഇനി അതിൻ്റെ അതാണ് ഒറ്റ ക്രിയേഷൻ ഞാൻ പറയുന്ന ഒറ്റ ക്രിയേഷൻ. ഇനി അതിൻ്റെ ആക്സായിട്ട് 1, 2, 3 ഭാഗമായിട്ട് വരുന്നു. അത് നിങ്ങൾക്ക് ഏത് വെയിലും എടുക്കാം. 1-ാം ദിവസം 2-ാം ദിവസം there's nothing wrong with it. അതൊരു തെറ്റായ കൺസെപ്റ്റ് അല്ല. മനസ്സിലായി? പക്ഷെങ്കിൽ ഹെറസി കൊണ്ടുവരാതിരുന്നാൽ മതി. കൂടുതൽ വേർഡ്സിന് എംഫസൈസ് ചെയ്ത് തെറ്റി കൊണ്ടുവരാതിരുന്നാൽ മതി. മനസ്സിലായി? പിന്നെ സയൻസ് ഒന്നും കൊണ്ടുവന്ന് ഇതെല്ലാം മിക്സ് ചെയ്ത് കൂട്ടിക്കുഴച്ച് കൺഫ്യൂസ്ഡ് ആക്കി ഉള്ള വിശ്വാസം കൊണ്ട് പോകാതിരുന്നാൽ മതി. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ? നമുക്കിന്ന് ഇവിടെ ചെൻഡ് ചെയ്യാം. അപ്പം ജെനസിസ് 1:1 നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു. ഇതിൻ്റെ ഒത്തിരി ഉണ്ട്. ഒത്തിരിയും പറയാൻ പോയാൽ ഒത്തിരിയും കൺഫ്യൂഷനാവും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുക. ഓക്കെ, പ്രാർത്ഥിക്കാം. ദൈവമായ സുഖസ്വതാവേ, ഇന്നത്തെ പൽക്കാലം ഞങ്ങൾ അല്പസമയം ദൈവത്തിൻ്റെ സന്നിധി കടന്നു വന്നു. ദൈവമേ, അപ്പം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ദൈവമേ കോൺസെപ്റ്റ് ബുദ്ധി അറിവിനാൽ ദൈവമേ ബ്ലൂ പ്രിൻ്റ് ഞങ്ങൾക്ക് പഠിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് പഠിച്ച ദൈവമേ അപ്പച്ചൻ പിതാവ് ഇതിൽ നിന്ന് ഞങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം ഞങ്ങൾക്ക് നൽകി തന്ന ദൈവമേ എത്രയോ സ്നേഹിക്കാമോ ദൈവമേ, ഞങ്ങൾ എത്രമാത്രം അപ്പച്ചനെ സ്നേഹിക്കുന്നു അത്രമാത്രം ഞങ്ങൾ വചനത്തെ സ്നേഹിക്കുവാനും അത് പഠിക്കാനും ആഴത്തിൽ ഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കുവാനും ഒരു പുതിയ മനുഷ്യരായി ദൈവമേ തീരുവാനും ദൈവമേ ഞങ്ങൾക്ക് അപ്പച്ചന് പ്രയോജനപ്പെടുന്ന മക്കളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം വഴിയെടുത്തി ദൈവമേ കഴിവില്ലാത്ത എനിക്ക് ദൈവമേ ഭാഷയിലും വാക്കിലും വിക്കിലും എല്ലാം ഉള്ള എനിക്ക് എത്രത്തോളം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ആ നല്ല ദൈവത്തിനായ സ്വത്രം എത്രത്തോളം കാത്തുവരാച്ചല്ലോ, എത്രത്തോളം പറയാൻ
എനിക്ക് സാധിച്ചല്ലോ. ദൈവമേ പറയുന്നതൊന്നും ഒരു കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാകല്ലേ. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുമാനിക്കുന്നത്. സകല മാനവും മഹത്വവും പൂഴ്ചയും ദൈവമേ അപ്പച്ചന് തരുന്നു. ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഒന്നും ഞങ്ങൾക്ക് വേണ്ട. എല്ലാം ദൈവം നാമത്തിനായി തരണം. ദൈവമേ ഇത് കേൾക്കുന്ന ഹൃദയങ്ങളുടെ മനസ്സിനോട് ദൈവമേ ഇടയ്ക്കണമേ, നല്ലതായി വരുവായിടക്കണമേ. ദുരുപദേശം ഒന്നും വരല്ലേ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വരരുതേ. ദൈവമേ ദൈവം അപ്പച്ചൻ എന്താഗ്രഹിക്കുന്നു ആ സെയിം രീതി അടിയൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വാക്കുകളാൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകില്ലേ. എല്ലാം കൂടുതലായി അപ്പച്ചനെ സ്നേഹിക്കാനും വചനത്തെ സ്നേഹിക്കാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സഹായിച്ചു. ഈശോ തന്നെ. ആമേൻ.